കേരളത്തിൽ പിടിയിലായ വ്യാജ സർട്ടിഫിക്കറ്റ് മാഫിയ ബഹ്റൈൻ പാർലമെന്റിലും ചർച്ചയാകുന്നു. ഇതോടെ ഇന്ത്യയിൽ നിന്നുള്ള ബിരുദ സർട്ടിഫിക്കറ്റുകളുടെ വിശ്വാസ്യതയെ ചൊല്ലി ബഹ്റൈനിലും ചർച്ചകൾ നടക്കുകയാണ്. ഇന്ത്യയിൽ നിന്നുള്ളവരുടെ വിദ്യാഭ്യാസ യോഗ്യതകളുടെ ആധികാരികത പരിശോധിക്കാനായി പ്രത്യേക സർക്കാർ സമിതി രൂപീകരിക്കണമെന്നും MP-മാർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. നമുക്ക് നോക്കാം എങ്ങനെയാണ് ഈ വ്യാജ സർട്ടിഫിക്കറ്റുകാർക്ക് പൂട്ടിടാൻ പോകുന്നത് എന്നത് അഖില ജി മോഹൻ വിശദീകരിക്കും. അഖില, എന്തൊക്കെ നിയന്ത്രണങ്ങൾ, പരിശോധനകൾ ഏതൊക്കെ രീതിയിലായിരിക്കും അവിടെ? ദിവ്യ, കേരളത്തിലെ വ്യാജ സർട്ടിഫിക്കറ്റ് മാഫിയയുടെ വാർത്തകൾ പുറത്തു വന്നതിന് പിന്നാലെയാണ് ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് ബഹ്റൈൻ കടന്നിരിക്കുന്നത്. എന്തൊക്കെയാണ് ബഹ്റൈന്റെ പുതിയ തീരുമാനമെന്ന് നമുക്ക് നോക്കാം. വ്യാജ സർട്ടിഫിക്കറ്റുകാർക്ക് പൂട്ടിടാനാണ് ബഹ്റൈൻ തീരുമാനിച്ചിരിക്കുന്നത്. ഇന്ത്യക്കാരുടെ ബിരുദം ഉൾപ്പെടെ ഇതിൽ സൂക്ഷ്മമായി പരിശോധിക്കാനാണ് ബഹ്റൈന്റെ തീരുമാനം. വ്യാജ സർട്ടിഫിക്കറ്റ് ഉപയോഗിച്ച് ജോലി തേടുന്നത് തടയണമെന്ന് MP-മാർ ആവശ്യപ്പെട്ടു. നടപടി കേരളത്തിലെ സർട്ടിഫിക്കറ്റ് മാഫിയയുടെ വാർത്തകൾ പുറത്തു വന്നതിന് പിന്നാലെ ബഹ്റൈൻ പാർലമെന്റിൽ അടിയന്തര പ്രമേയം കൊണ്ടുവന്നു. അക്കാദമിക് യോഗ്യതയുടെ ആധികാരികത പരിശോധിക്കാനും തീരുമാനം. പരിശോധനയ്ക്കായി പ്രത്യേക സർക്കാർ സമിതി രൂപീകരിക്കണമെന്നും അടിയന്തര പ്രമേയത്തിൽ പറഞ്ഞു. ഇന്ത്യയിലെയും ബഹ്റൈനിലെയും ബന്ധപ്പെട്ട വകുപ്പുകളുമായി ഏകോപിപ്പിച്ചായിരിക്കും പ്രവർത്തനം. വ്യാജരേഖ സമർപ്പിച്ച് ജോലി നേടുന്നവർക്കെതിരെ കർശന നടപടിയെടുക്കാനും തീരുമാനമായി. അടിയന്തര പ്രമേയം അടുത്ത സമ്മേളനത്തിൽ ചർച്ചയാകും. വ്യാജ സർട്ടിഫിക്കറ്റ് മാഫിയ കേരള പോലീസിന്റെ പിടിയിലായത് ഈ മാസം ആദ്യത്തിലാണ്. ഇതാണ് ഈ വിഷയത്തിന്റെ ഒരു പശ്ചാത്തലം എന്ന് പറയുന്നത്. 22 സർവകലാശാലകളുടെ 1 ലക്ഷത്തോളം വ്യാജ സർട്ടിഫിക്കറ്റുകൾ കണ്ടെത്തി. 22 സർവകലാശാലകളുടെ 1 ലക്ഷത്തോളം വ്യാജ സർട്ടിഫിക്കറ്റുകളാണ് കണ്ടെത്തിയത്. 10 ലക്ഷത്തിലധികം പേർക്ക് വ്യാജ സർട്ടിഫിക്കറ്റ് ചെയ്തതായാണ് നിലവിലുള്ള സംശയം. ദിവ്യ.